രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹരീഷ് സുധീഷിനോട് മാപ്പ് പറയാണ്. സുധീഷ് ചോദിക്കും, വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മാപ്പോ? സുധീഷേട്ടാ പറ്റിപ്പോയി. നികേഷ് പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പറഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് നാളെ ഓണം അടിപൊളിയാക്കണം. സുധീഷേട്ടാ, എടാ ഇന്ന് പൂ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ നാളത്തേക്കൊക്കെ വാടിപ്പോവും. നാളെ രാവിലെ പോയാൽ ഫ്രഷ് പൂവ് കിട്ടും. ഓ അതാണല്ലേ സുധീഷേട്ടൻ പൂ വാങ്ങാതെ വന്നത്? സുധീഷ് പറയും, പിന്നല്ലാതെ. അവർ ഓണത്തിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാണ്. തൊട്ടപ്പുറത്ത് തന്നെ സുഭാഷ് ഇതൊക്കെ ഉറങ്ങാതെ നിന്ന് കേൾക്കുന്നുണ്ട്. സുഭാഷിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവും. സുധീഷ് പറയും, എടാ നിധി ചീത്ത പറഞ്ഞത് നിങ്ങളെയൊന്നുമല്ല, ആ ഗായത്രിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ എന്നെയാ പറഞ്ഞത്. ഞാൻ വന്നത് പിന്നെ നിധി എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അവർ ഓണ പ്ലാനിങ് ഒക്കെ ചെയ്ത് കൈ കൊടുത്ത് ഉറങ്ങാണ്. രാവിലെ നിധി എണീറ്റ് വരുമ്പോൾ അവിടെ ആരും കാണില്ല. നിധി മനസ്സ് പറയും, ഇവരൊക്കെ ഇത്ര നേരത്തെ എണീറ്റോ? നിധി ഫ്രഷായി അടുക്കളയിലേക്ക് വരികയാണ്. മുറ്റത്ത് എല്ലാവരും പൂവിടാനുള്ള ഒരുക്കത്തിലാണ്. സുഭാഷ് നികേഷിനോട് പറയും, നീ പോയിട്ടേ നിധിയെ കൂടെ വിളിച്ചു വാ. സുധീഷ് പോകാൻ തുടങ്ങുമ്പോൾ നികേഷ് പറയും, വേണ്ട ഞാൻ പോയി വിളിക്കാം. നികേഷ് പോയിട്ട് നിധിയെ വിളിക്കുകയാണ്. നിധിക്കാണെങ്കിൽ ചെറിയൊരു മടി. നികേഷ് നിർബന്ധിച്ച് നിധിയെ മുറ്റത്തേക്ക് കൊണ്ടുവരികയാണ്. സുധീഷ് പറയും, ഹായ് നിധി, വാ നമുക്ക് പൂവിടാം. നിധി പക്ഷേ സുധീഷിനൊന്നും മൈൻഡ് ചെയ്യില്ല. അവർ പൂവിടാൻ വേണ്ടി റെഡി ആകുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരും. അച്ഛൻ പറയും, നിൽക്ക് പൂവിടല്ലേ, ആദ്യം ഇതൊക്കെ മാറ്റ്. ഇവിടെ ആദ്യം ചാണകം തളിക്കണം, അതിനുശേഷമാണ് പൂവിടുക. അവർക്കാർക്കും അത് ഇഷ്ടാവില്ല. പക്ഷേ നിധി പറയും, അത് ശരിയാ, എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ അവരോടൊക്കെ പൂവെടുത്ത് മാറ്റാൻ പറയും. എന്നിട്ട് അച്ഛൻ അവിടെ ചാണകവെള്ളം തളിച്ച് തറയുണ്ടാക്കുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടെ പൂവിടാൻ തുടങ്ങും. ആ സമയത്ത് നിധിയെയും കൂടി കൂട്ടിയിട്ട് സുധീഷ് നിധി കാണാതെ ഒരു സെൽഫി എടുക്കുകയാണ്. എന്നിട്ടത് വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് പോസ്റ്റ് ചെയ്യും. അതിൽ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ മൈ വൈഫ് എന്നാണ് കൊടുക്കുക. ആ സമയത്ത് നിധിക്കൊരു കോൾ വന്നിട്ട് നിധി അത് എടുക്കാൻ പോകും. നിധി കോൾ എടുത്തിട്ട് എന്തോ ഡോക്യുമെൻ്റ് അയക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് സുധീഷ് ഇട്ട സ്റ്റാറ്റസ് കാണും. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഗായത്രി ഇത് തന്നെ കാണുന്നുണ്ട്. ഗായത്രിക്കും വലിയ വിഷമാവും. നിധി ദേഷ്യത്തോടെ പുറത്ത് വരുമ്പോൾ സുധീഷിന് കാര്യം മനസ്സിലാവും. സുധീഷ് വേഗം ഫോണെടുത്ത് അത് ഡിലീറ്റ് ചെയ്യും. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ പറയും, നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ? ഞാൻ പാടാം, നിങ്ങളൊക്കെ ഏറ്റു പാടണം. എല്ലാവരും റെഡി പറയാണ്. അച്ഛൻ ഓണപ്പാട്ട് പാടി അവർ പൂവിന് ചുറ്റും ഓടുകയാണ്. അവർ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാണ്. സുധീഷ് കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് നിധിയുടെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് സുധീഷ് നിധിയോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളെ ഒരു പാട്ട് പോലെ സ്വപ്നത്തിൽ കാണുകയാണ്. നിധിയാണെങ്കിൽ പഴം അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സുധീഷും നിധിയും കൂടി ആ സ്വപ്നത്തിലെ പഴം അരിഞ്ഞിട്ട് അത് വറക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് അയ്യോ എന്ന് പറഞ്ഞിട്ട് എണീക്കും. എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവും. സുധീഷ് പറയും, കായ വറക്കുമ്പോൾ കൈയൊന്ന് പൊള്ളി. അവരൊക്കെ അന്തം വിടുവേ, എവിടുന്ന്? ഇവിടെ അതിന് തീയൊന്നുമില്ലല്ലോ. സുധീഷ് സ്വപ്നം കണ്ടതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഹരീഷ് ഓണക്കോടിയുമായിട്ട് നീതുവിനെ കാണാൻ പോവാണ്. നീതുവിനെ അത് കൊടുക്കുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവും. ഹരീഷ് പറയും, വീട്ടിലേക്ക് വരണം ഓണത്തിന്. അതും പറഞ്ഞ് ഹരീഷ് അവിടുന്ന് വേഗം പോകാൻ നോക്കുകയാണ്. നീതുവയ്ക്കും, ഇത്ര വേഗം പോവാണോ? അതെ, ഏടത്തി വന്നിട്ടുള്ള ആദ്യത്തെ ഓണാണ്, അവിടെ കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട്. നീതുവിൻ്റെ മനസ്സിൽ അപ്പോഴും തോന്നും, വീട്ടുകാരൊക്കെ മതി, അവരെ കാണിക്കാനാ എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത്. സുഭാഷ് എല്ലാവർക്കുമുള്ള ഡ്രസ്സുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. എല്ലാവർക്കും സുഭാഷ് ഓണക്കോടി കൊടുക്കും. ഇതൊക്കെ കിട്ടുമ്പോൾ സുധീഷിനൊക്കെ വലിയ സന്തോഷം. സുധീഷും നികേഷും ഹരീഷും ഒക്കെ കൂടെ സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷ് ഒരു ജോഡി അച്ഛനും കൊടുക്കും.